അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സൗദിയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ പെട്ടി എണ്ണയാണ് കേട്ടോ, പെട്ടിയൊന്നും മാറാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7 മണിയായപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ജുബൈലിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. ഞാൻ നൂലുപുട്ട കഴിച്ചത്, മെയിനായിട്ട് പത്തിരി, പിന്നെ മക്കളൊക്കെ പൊറോട്ട കഴിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിൽ പോയി. ദമാം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാട്ടോ നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ നാട്ടിൽ നല്ല മഴയായതുകൊണ്ട് തന്നെ ക്ലിംഗ് റാപ്പ് ചെയ്യാറുണ്ട് പെട്ടിയൊക്കെ. അപ്പോൾ എല്ലാം അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഭയങ്കര വരിയായിരുന്നിട്ട് ഒരു 1.5 മണിക്കൂർ നമ്മൾ ലഗേജ് കൊടുക്കാൻ വരി നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആണ്, മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഡിലേ. അപ്പോൾ നമ്മൾ അവിടെ ഉള്ള ലോഞ്ചിൽ കയറി കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തു. സമയമായപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാട്ടോ. ഒരു 35-40 മിനിറ്റോളം ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്നിട്ട് നേരെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞത് ഹാബി ഭയങ്കര ദേഷ്യത്തിലാണ്. കാരണം ഞാൻ നടുക്കിരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ദേഷ്യത്തിലാട്ടോ. പിന്നെ ഞാൻ നടുക്ക് തന്നെ ഇരുന്നു കേട്ടോ, കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ 2 പേർക്കും ബോധം ഉണ്ടാവില്ല. അപ്പോൾ 2 പേരും എൻ്റെ മടിയിലാവും കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് ഏതായാലും നമ്മളെയും കൊണ്ട് പറന്നുയർന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ നേരം വെളുത്തു. നമ്മളെ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല മഴയാട്ടോ നാട്ടിൽ. അതുപോലെ തന്നെ ഒരു അരമണിക്കൂറോളം ഫ്ലൈറ്റ് ഇറക്കാൻ ബുദ്ധിമുട്ടി കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിന്നിട്ട് ആകാശത്ത്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. എവിടെ പോയാലും ഈ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ, വടപുറം പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു ആശ്വാസമാണ് കേട്ടോ.